2 വർഷത്തിലേറെ നീണ്ടുനിന്ന കഠിനമായ പോരാട്ടങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും ശേഷം തകർക്കപ്പെട്ട മണ്ണിൽ നിന്ന് അതിജീവനത്തിന്റെ പുതുനാമ്പുകൾ മുളപ്പിക്കാൻ ഗാസ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെയും ലോകബാങ്കിന്റെയും പുതിയ കണക്കുകൾ പ്രകാരം ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഏകദേശം $71 ബില്യൺ ആവശ്യമാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പൂർണ്ണമായും തകർക്കപ്പെട്ട വീടുകളും ആശുപത്രികളും വിദ്യാലയങ്ങളും വീണ്ടും പടുത്തുയർത്താനും ശ്മശാന തുല്യമായ നഗരങ്ങളിൽ ജീവിതം തിരികെ കൊണ്ടുവരാനുമുള്ള പ്രതീക്ഷകൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായത്തോടെ അവിടെ മെല്ലെ രൂപം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അതിജീവന ശ്രമങ്ങളെയും മാനുഷികമായ പ്രതീക്ഷകളെയും വീണ്ടും മുളയിലെ നുള്ളിക്കളയാനുള്ള നീക്കങ്ങളാണ് ഇസ്രായേലിന്റെയും അതുപോലെ അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച അന്താരാഷ്ട്ര സമിതികളെ ഇസ്രായേൽ പരസ്യമായി എതിർക്കുകയും ഗാസയിലേക്കുള്ള അതിർത്തികൾ വീണ്ടും അടച്ചുകൊണ്ട് അത്യാവശ്യമായ നിർമ്മാണ സാമഗ്രികൾ തടയുകയും ചെയ്യുന്നു. സമാധാനത്തിന്റെ മറവിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പല പദ്ധതികളും യഥാർത്ഥത്തിൽ ഗാസയുടെ സ്വയം ഭരണാധികാരം ഇല്ലാതാക്കാനും ആ പ്രദേശത്തിന് മേൽ പൂർണ്ണമായ സൈനിക രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാനുമുള്ള തന്ത്രങ്ങൾ തന്നെ. പുനർനിർമ്മാണത്തിനുള്ള വിദേശ സഹായങ്ങളെ പോലും സ്വന്തം താല്പര്യങ്ങൾക്കായി നിബന്ധനകൾ വെച്ച് തടസ്സപ്പെടുത്തുന്നതിലൂടെ ഗാസയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ അസാധ്യമാക്കാനാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നമുക്ക് എന്താണ് ഗാസയിൽ സംഭവിക്കുന്നത് എന്ന വിഷയത്തിലേക്ക് വരാം. അതിനെക്കുറിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് കമന്റായി രേഖപ്പെടുത്തണേ. യുദ്ധം തകർത്ത ഗാസയിലെ തുറമുഖങ്ങളിൽ നിർമ്മാണ സാമഗ്രികളുടെ കടുത്ത ക്ഷാമം അതിജീവനത്തിനായി പുതിയതും അപകടകരമായ വഴികൾ തേടാൻ അവിടുത്തെ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. സിമന്റിനും സ്റ്റീലിനും ഏർപ്പെടുത്തിയിരിക്കുന്ന കർശനമായ നിയന്ത്രണങ്ങൾ കാരണം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ് ഗാസ. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും പഴയ കോൺക്രീറ്റ് പാളികളും കടൽ ഭിത്തികൾ 10 വർഷത്തിലേറെയായി കിടക്കുന്ന വലിയ കോൺക്രീറ്റ് പാളികൾ തല്ലി തകർത്ത് ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് ഇവിടുത്തെ തൊഴിലാളികൾ ഇപ്പോൾ ചെയ്യുന്നത്. മുതിർന്നവർക്കൊപ്പം 7 വയസ്സ് പ്രായമുള്ള കുട്ടികൾ പോലും മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഈ ജോലികളിൽ ഏർപ്പെടുന്നു എന്നത് ഗാസയിലെ ദുരിതാവസ്ഥയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. കടുത്ത പൊടിപടലങ്ങൾ ശ്വസിക്കുന്നതും തകർന്ന വഴികളിലൂടെയുള്ള യാത്രയും ഇവരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. സാമ്പത്തികമായി നോക്കിയാൽ കിലോയ്ക്ക് ഏകദേശം $1 എന്ന നിരക്കിലാണ് ഈ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ വിൽക്കുന്നത്. ഇടനിലക്കാർ ഇത് ശേഖരിച്ച് ക്രഷിംഗ് പ്ലാന്റുകളിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് ഇവ പൊടിയാക്കി മാറ്റുകയും സിമന്റിന് പകരമായി ചെറുകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. 1 കിലോയ്ക്ക് 10 സെന്റ് എന്ന ലാഭവിഹിതം മാത്രമാണ് ഇടനിലക്കാർക്ക് ലഭിക്കുന്നത്. ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള ഈ അധ്വാനം ഗാസയിലെ ജനത നേരിടുന്ന സാമ്പത്തിക തകർച്ചയുടെയും അവർ നേരിടുന്ന നിർമ്മാണ മേഖലയിലെ അനിശ്ചിതത്വത്തിന്റെയും നേർചിത്രം തന്നെയാണ് നമുക്ക് മുന്നിൽ കാണിക്കുന്നത്. ഗാസ എത്രത്തോളം വലിയ കഠിനമായ പരീക്ഷണത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കാണിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നതൊക്കെ. ഇസ്രായേലിന്റെ കൊടും ക്രൂരതയ്ക്കിരയായ ഗാസയിൽ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകരുത് എന്ന് അവരിപ്പോഴും വാശി പിടിക്കുന്നു. അതീവ അപകടകരമായ സാഹചര്യത്തിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. 7 വയസ്സുള്ള കുട്ടികൾ പോലും മതിയായ സുരക്ഷാ ഉപകരണങ്ങൾ ഇല്ലാതെ കോൺക്രീറ്റ് തകർക്കുന്ന ജോലിയിൽ ഏർപ്പെടുന്നുണ്ട്. കഠിനമായ പൊടിപടലങ്ങൾ ശ്വസിക്കുന്നതും തകർന്ന വഴികളിലൂടെയുള്ള അവരുടെ യാത്രയും ഇവരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത്. നിലവിലെ സാഹചര്യം മൂലം പുനർനിർമ്മാണത്തിനായി മറ്റു വഴികളില്ലാത്തതിനാൽ ജീവൻ പണയപ്പെടുത്തിയും ഇത്തരം താൽക്കാലിക മാർഗങ്ങളെ ആശ്രയിക്കാൻ ഗാസയിലെ ജനങ്ങൾ നിർബന്ധിതരാകുന്നു എന്നത് എന്തൊരു കഷ്ടമാണ്. യുദ്ധം ആരംഭിച്ച കാലം മുതൽ ഗാസയിലേക്കുള്ള അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് സിമന്റ്, സ്റ്റീൽ തുടങ്ങിയ അത്യാവശ്യ വസ്തുക്കളുടെ ഇറക്കുമതി പൂർണ്ണമായും തടസ്സപ്പെടുത്തി എന്നതാണ് മറ്റൊരു സത്യം. ഏകദേശം 10 വർഷത്തോളമായി ഗാസ തുറമുഖത്തെ കടൽഭിത്തികളിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്ന വലിയ കോൺക്രീറ്റ് കഷ്ണങ്ങളാണ് ഇപ്പോൾ പുനർനിർമ്മാണത്തിനായി ആശ്രയിക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി കുടുംബങ്ങൾ ഈ കോൺക്രീറ്റ് ശേഖരിക്കുകയും കൈകൊണ്ട് തല്ലി തകർത്ത് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതും ചെറിയൊരു തുകയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും സാഹസികമായ ഒരു ജോലി അവർ ചെയ്യുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന അവശിഷ്ടങ്ങൾ ഇടനിലക്കാരന്റെ വഴി ക്രഷിംഗ് പ്ലാന്റുകളിൽ എത്തിച്ച് പൊടിയാക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. ഈ പൊടിയാണ് സിമന്റിന് പകരമായിട്ട് ചെറുകിട നിർമ്മാണങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിച്ചും വരുന്നത്. ഈ പ്രക്രിയയിൽ ഉടനീളം മുതിർന്നവർക്കൊപ്പം 7 വയസ്സുള്ള കുട്ടികളും കഠിനമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ഐക്യരാഷ്ട്ര സഭയ്ക്കൊന്നും പറയാനില്ല. കാരണം ഇത് നടക്കുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മേലെയാണല്ലോ അല്ലെ. അത്രത്തോളം കുഞ്ഞുങ്ങൾ അവിടെ കൊല ചെയ്യപ്പെട്ടു, എന്നിട്ടും ആരും മിണ്ടിയില്ലല്ലോ. ശേഖരിക്കുന്ന കോൺക്രീറ്റ് കഷ്ണങ്ങൾ 1 കിലോയ്ക്ക് $1 എന്ന നിരക്കിലാണ് വിൽക്കുന്നത്. അതായത് ഇത് ശേഖരിക്കുന്നവരിൽ നിന്ന് വാങ്ങി ക്രഷിംഗ് പ്ലാന്റുകളിൽ എത്തിക്കുന്ന ഇടനിലക്കാർക്ക് 1 കിലോയിൽ നിന്ന് ലഭിക്കുന്നത് 10 സെന്റ് മാത്രമാണ്. 10 വർഷത്തോളം പഴക്കമുള്ള അവശിഷ്ടങ്ങളാണ് പ്രധാനമായും ഇതിന് ഉപയോഗിക്കുന്നത്. ചെറിയ കുട്ടികൾ വരെ ഇതിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ജീവഹാനി സംഭവിക്കാൻ ഈ കാര്യം മാത്രം മതി.
ഗാസയിലെ ഇപ്പോഴത്തെ ദുരന്തപൂർണമായ അവസ്ഥയ്ക്ക് പ്രധാന ഉത്തരവാദികൾ ഇസ്രായേലും അവർക്ക് ആയുധബലവും രാഷ്ട്രീയ പിന്തുണയും നൽകുന്ന അമേരിക്കയാണെന്ന വസ്തുത നമ്മൾ ഇവിടെ ഓർക്കുകയും അത് പറയുകയും തന്നെ വേണം. കേവലം ഒരു യുദ്ധം എന്നതിലുപരി ഒരു ജനതയെ ആകെ പട്ടിണിയിലേക്കും മരണത്തിലേക്കും തള്ളിവിടുന്ന ക്രൂരമായ ഉപരോധം തന്നെയാണ് അവിടെ നടന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നരഹത്യയാണ് അവിടെ നടന്നത്. തലമുറയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം. ദശാബ്ദങ്ങളായി ഇസ്രായേലിന്റെ അധിനിവേശ നയങ്ങൾ ഗാസയെ ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലാക്കി മാറ്റിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. അത്യാധുനിക ബോംബുകൾ ഉപയോഗിച്ച് ഗാസയിലെ ആശുപത്രികളും വിദ്യാലയങ്ങളും പാർപ്പിട സമുച്ചയങ്ങളും തകർക്കുന്ന ഇസ്രായേലിന് അതിനുള്ള സർവ്വ പിന്തുണ നൽകുന്നത് അമേരിക്ക തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വെടിനിർത്തലിനായുള്ള നീക്കങ്ങളെ പലപ്പോഴും തടയുന്നതും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്നതും അമേരിക്കയുടെ പക്ഷാപാതപരമായ നിലപാടുകൾ തന്നെ. നിർമ്മാണ സാമഗ്രികൾ പോലും ഗാസയിലേക്ക് കടത്തിവിടാതെ തടയുന്നതിലൂടെ ഒരു നാഗരികതയെ തന്നെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ഇവിടെ ശ്രമിക്കുന്നത്. അതായത് ഗാസയിലെ ജനങ്ങളെ, അതായത് ഫലസ്തീൻ ജനതയെ എന്നേക്കുമായി ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഭക്ഷണവും മരുന്നും വൈദ്യുതിയും നിഷേധിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ വീർപ്പ് മുട്ടിക്കുന്നത് ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. എന്നിട്ട് പോലും ഇസ്രായേലിനെ ചോദ്യം ചെയ്യാൻ ആരും വന്നിട്ടില്ല. അമേരിക്ക നൽകുന്ന യുദ്ധവിമാനങ്ങളും മിസൈലുകളുമാണ് ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തത്. ഇസ്രായേലിന്റെ ഈ കടന്നാക്രമണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതിലൂടെ മധ്യേഷ്യയിൽ അശാന്തി വിതയ്ക്കുന്നതിലും ഗാസയെ ശ്മശാനമാക്കുന്നതിലും അമേരിക്കയ്ക്ക് തുല്യ പങ്കാളിത്തമാണുള്ളത്. ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കിടയിൽ ഇല്ലാതാകുന്നത് ഒരു ജനതയുടെ സ്വപ്നങ്ങളും അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള അവകാശവും തന്നെയാണ്. ഗാസയിലെ വംശഹത്യക്കും നാശത്തിനും പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും അമേരിക്കയുടെ താല്പര്യങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ കേവലം ഒരു പ്രാദേശിക തർക്കത്തിനേക്കാൾ ഉപരിയായി വലിയ അധിനിവേശ തന്ത്രങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മധ്യേഷ്യയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭങ്ങൾക്കുമായി ഇസ്രായേലിനെ ഒരു കരുവാക്കി മാറ്റുകയാണ് അമേരിക്ക ഇവിടെ ചെയ്തത്. ഗാസയെ തകർക്കുന്നതിലൂടെ ആ പ്രദേശം പൂർണ്ണമായും ഇസ്രായേലിന്റെയും അതുവഴി അമേരിക്കയുടെയും നിയന്ത്രണത്തിലാക്കുക എന്ന കുടിലമായ ബുദ്ധിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിഗൂഢ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതാണ് നമുക്ക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന വിട്ടുവീഴ്ചയില്ലാത്ത പിന്തുണയ്ക്ക് പിന്നിൽ സൈനികവും തന്ത്രപരവുമായ ലക്ഷ്യങ്ങൾ അവർക്കുണ്ട്. മധ്യേഷ്യയിലെ എണ്ണ സമ്പത്തിന് മേലുള്ള നിയന്ത്രണവും അറബ് രാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കലും അമേരിക്കയുടെ ദീർഘകാല അജണ്ട തന്നെയാണ്. ഇതിനായി ഇസ്രായേലിനെ ഒരു സൈനിക ഔട്ട്പോസ്റ്റായി അമേരിക്ക ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഗാസയിലെ ഫലസ്തീൻ ജനതയെ കുടിയിറക്കുന്നതിലൂടെ ആ പ്രദേശം സ്വന്തമാക്കാനും അവിടെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരിനെയോ സംവിധാനത്തെയോ പ്രതിഷ്ഠിക്കാനുമാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിച്ചത്. ഗാസ തനിക്ക് വേണമെന്ന് ഒരു ഘട്ടത്തിൽ ട്രംപ് പറഞ്ഞതുപോലും ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഗാസയുടെ തീരപ്രദേശത്തുള്ള പ്രകൃതിവാതക ശേഖരം ഈ അധിനിവേശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഗാസ മെറൈൻ എന്നറിയപ്പെടുന്ന ഈ വാതക നിക്ഷേപം സ്വന്തമാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞാൽ അത് ആഗോള ഇന്ധന വിപണിയിൽ അമേരിക്കൻ സഖ്യത്തിന് വലിയ മേൽക്കൈ തന്നെ നൽകും. ഫലസ്തീൻ ജനതയെ അവിടെ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കിയാൽ മാത്രമേ ഈ വിവരങ്ങൾ തടസ്സമില്ലാതെ ചൂഷണം ചെയ്യാൻ സാധിക്കൂ എന്ന് അമേരിക്കയും ഇസ്രായേലിനും അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും തകർക്കാൻ അമേരിക്ക ഇസ്രായേലിന് ആയുധങ്ങൾ നൽകി ഗാസയിലേക്ക് പറഞ്ഞയച്ചത്. മാത്രവുമല്ല, മിഡിൽ ഈസ്റ്റിലെ വ്യാപാര പാതകളിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ ഗാസയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഏറെ നിർണായകമാണ്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെ പ്രതിരോധിക്കാൻ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന IMEC പോലുള്ള വ്യാപാര ഇടനാഴികൾക്ക് ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു തീരപ്രദേശവും അത്യാവശ്യമാണ്. ഗാസയെ ഇല്ലാതാക്കുന്നതിലൂടെ തങ്ങളുടെ സാമ്പത്തിക സാമ്രാജ്യം വിപുലീകരിക്കാൻ തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണങ്ങൾ കേവലം പ്രതികാര നടപടി മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ കൂടി ഒത്താശയോടെയുള്ള ഒരു ഭൂമി പിടിച്ചെടുക്കൽ പ്രക്രിയയാണ്. സമാധാനത്തിന്റെ വ്യക്താക്കളായി ചമയുന്ന അമേരിക്ക തന്നെയാണ് യുദ്ധത്തിന് ആവശ്യമായ ഫണ്ടും വെടിക്കോപ്പുകളും നൽകി ഗാസയെ ഒരു ശ്മശാനമാക്കി മാറ്റുന്നത്. ഒരു ജനതയെ അവരുടെ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിച്ച് ആ പ്രദേശം കൈക്കലാക്കുക എന്ന സാമ്രാജ്യത്വ അജണ്ടയാണ് ഇന്ന് ഗാസയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാവുന്നതാണ്. എന്താണ് ഗാസയിലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.